സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സുകളുണ്ട്. അത് ഇസ്ലാമല്ല. ഇസ്ലാം എന്ന സുന്ദരമായ മതസംഹിത ദീന് അത് അല്ലാഹു അവന്റെ റസൂലിലൂടെ പൂർത്തിയാക്കി തന്ന നിറകുടമാണ്. ഇനി അതിലേക്കൊന്ന് ഇടണമെങ്കിൽ അതിലുള്ള ഒന്ന് പുറത്തേക്ക് വരാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് പൂർണ്ണമായി നിറഞ്ഞു കിടക്കുന്ന ഇസ്ലാം അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനും വകുപ്പില്ല, അതിലേക്കൊന്നും ചേർക്കാനും വകുപ്പില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ സൂക്ഷിക്കണേ, പുത്തൻ സമ്പ്രദായങ്ങൾ സൂക്ഷിക്കണേ. മതപരമായി പ്രത്യേകം പുണ്യമുണ്ടെന്ന വിചാരത്തോടെ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന ബിദ്അത്തുകളായ കാര്യങ്ങൾ, പുത്തൻ ആചാരങ്ങൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്ക് കണ്ടിട്ട് പോലുമില്ല. മൗലവിമാരെ, നിങ്ങൾ മൈക്കിലാ പ്രസംഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസ്റ്റ് വാച്ച് കെട്ടിയിട്ടില്ല. മൗലവിമാരെ, നിങ്ങൾ റിസ്റ്റ് വാച്ച് കെട്ടുന്നുണ്ട്. അപ്പൊ പുതിയതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ? പലരും തെറ്റിദ്ധരിച്ചു. ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഈ കാര്യം പോലും മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു വിവരമില്ലാത്ത ദുരന്തത്തിലേക്ക് പലരും അധപ്പതിച്ചു പോയി. അതുകൊണ്ട് ചിന്തിക്കുക, എന്താണ് ബിദ്അത്ത്, എന്താണ് പുത്തനാചാരങ്ങൾ? മതം എന്ന നിലക്ക് മതത്തിൽ ഞാനത് നിർവഹിച്ചാൽ പുണ്യം ലഭിക്കുമെന്ന ഉദ്ദേശത്തോടെ ഇതിൽ കൂട്ടിച്ചേർക്കുന്ന സർവ്വകാര്യങ്ങൾക്കും പറയുന്നവയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ കാലഘട്ടത്തിന്റെ തേട്ടത്തിനനുസരിച്ചുണ്ടാകുന്ന ഈ ലോകത്തിന്റെ ദുന്യാവിന്റെ ഭൗതികമായ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെട്ട ഒരു കാര്യത്തിന് സഹായകരമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അതിനല്ല പുത്തനാചാരം, അതിനല്ല ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇത് വേർതിരിച്ചുകൊണ്ട് മനസ്സിലാക്കാത്തതിന്റെ തകരാറ് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അനാചാരങ്ങളെ അനാചാരങ്ങളായി കാണാൻ കഴിയാത്തത്. പല അനാചാരങ്ങളും സമൂഹത്തിലേക്ക് വരികയാണ്. ഒരു വീടെടുക്കുമ്പോൾ വരെ പേടിയാണ്. കന്നിമൂല നോക്കണം, അടുക്കള ഏത് ഭാഗത്ത് വരണം, കിണറേത് ഭാഗത്ത് വരണം, ടോയ്ലറ്റ് ഏത് ഭാഗത്ത് വരണം. അതുകൊണ്ട് അവിടെ ആരോ കിടപ്പുണ്ട്, ചിലരുടെ വന്നുപോക്കുണ്ട്. അതുകൊണ്ട് ഈ വീടിന്റെ അടുക്കള ശരിയല്ല, പൊളിക്കണം. പൂമുഖം ശരിയല്ല, സിറ്റ് ഔട്ട് ശരിയല്ല, പൊളിക്കണം. കിണർ ശരിയല്ല, പൊളിക്കണം. ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് പണിതുയർത്തിയ ഭവനങ്ങൾ താമസമാക്കുന്നതിന്റെ മുമ്പേ ഏതോ ഒരു സിദ്ധൻ വന്നുകൊണ്ട് പറഞ്ഞു പോലും, ഇതിൽ താമസിച്ചാൽ മരണം ഉറപ്പ്, ഇതിൽ താമസിച്ചാൽ ദാരിദ്ര്യം ഉറപ്പ്. അടുപ്പ് കൂട്ടുന്ന അടുക്കളയുടെ കിടപ്പ് ശരിയല്ല, കിടപ്പ് ശരിയല്ല. ഇവിടെ പ്രത്യേകമായ വാസ്തുവുണ്ട്, വാസ്തുവിന്റെ കിടപ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ നട്ടം തിരിച്ചുകൊണ്ട് അനാചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ. എത്രയെല്ലാം അന്ധവിശ്വാസങ്ങൾ! ജീവികളുടെ ശബ്ദം കേട്ടാൽ വരെ ഭയപ്പെടുന്നു. അതേ, റോട്ടിലൂടെ വാഹനമോടിച്ചു പോകുമ്പോ ഒരു കറുത്ത നിറമുള്ള പൂച്ചയൊന്ന് ക്രോസ് ചെയ്തു എന്നതിന്റെ പേരിൽ സ്വന്തം വണ്ടി അവിടെ സൈഡിലേക്ക് ഒതുക്കിയിട്ട് ടാക്സിക്ക് പോകുന്ന വലിയ വീരന്മാരില്ലേ? ഇനി അപകടമാണ്. കാരണം പുറത്തേക്കിറങ്ങിയപ്പോൾ കുറുകെ ചാടിയിരിക്കുന്നത് കരിമ്പൂച്ചയാണ്. കാലിച്ചാക്കും കാലിക്കൊട്ടയുമായിട്ടാണ് രാവിലെ കണി കണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സീറോയാണ്, കാലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജോലിക്ക് പോകുന്ന പാവപ്പെട്ട കാലിക്കൊട്ടയും എന്തിപ്പോകുന്ന കാലിച്ചാക്കുമായി പോകുന്ന മനുഷ്യനെ പലതും പറയുന്ന ആളുകളില്ലേ? അങ്ങനെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളുടെ വക്താക്കൾ ഇന്ന് ലോകത്തുണ്ട്. അതെ, രോഗം വന്നു കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾ ചികിത്സിക്ക്. ആ ചികിത്സ ഭൗതികമായ ചികിത്സയുണ്ട്. അതോടൊപ്പം നിനക്കുള്ള ഭൗതികമായ ചികിത്സ ഏതാ? നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ നാഥനോട് പറയ്, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക്. വേദന വരുമ്പോൾ നീ കൈവച്ചു പ്രാർത്ഥിച്ചോളൂ, നീ റബ്ബിനോട് സങ്കടം പറഞ്ഞോളൂ, അവൻ അനുവദിച്ച ചികിത്സാ രീതികളെ തേടിക്കോളൂ. ഇതൊക്കെ അല്ലാഹു പറഞ്ഞതങ്ങ് മാറ്റിവെച്ചിട്ട് അതേ മനുഷ്യനതാ ചരടുകൾ ബന്ധിക്കുകയാണ്, ഐക്കല്ലുകൾ കെട്ടുകയാണ്, ചരടുകളും അതുപോലെ തന്നെ ഹോമക്കളങ്ങളും തീർക്കുകയാണ്. വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി വീടിന്റെ 4 മൂലകളിലതാ കുപ്പികൾ തൂക്കുകയാണ്, പലകകൾ തൂക്കുകയാണ്, ലോഹത്തകിടുകൾ ഫ്രെയിം ചെയ്ത് വെക്കുകയാണ്. പലതും ചെയ്യുകയാണ്. എന്താണ് കാരണം? എനിക്ക് രക്ഷപ്പെടണം. നമ്മുടെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നത് ഒരു കാക്കയുടെ ശബ്ദമാണോ, ഒരു ഗൗളിയുടെ ശബ്ദമാണോ, ഒരു കരിമ്പൂച്ചയുടെ ചലനമാണോ, അതല്ലെങ്കിൽ ഒരു കൂമന്റെ മൂളലാണോ? അതൊന്നുമല്ലല്ലോ. നിനക്ക് വേണ്ടതെല്ലാം തരുന്ന നാഥൻ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത.
അള്ള നിശ്ചയിച്ച കാരണങ്ങളാണെങ്കിൽ നിനക്ക് വിശ്വസിക്കാം. അള്ള നിശ്ചയിച്ച ഒരു കാരണത്തിലൂടെ അല്ലാതെ നിനക്ക് ഒരു ആപത്തും ഏൽക്കുന്നതല്ല. അള്ള നിശ്ചയിച്ച കാരണങ്ങളാണോ അത് സംഭവിക്കുന്നതും അവന്റെ നിശ്ചയപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിന്റെ വഴികളും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു.